നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 25-ാം തീയതി നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാടും. 26-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം. 27-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. 28-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലയിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നതെന്ന് 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മുതൽ 28-ാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇത്തവണ നേരത്തെ എത്തുകയാണ്. കർണാടകയിൽ ഇതിനോടകം തന്നെ പ്രീ മൺസൂൺ മഴ പലയിടത്തും ശക്തമാണ്. ബാംഗ്ലൂരിലും ഈ മഴ ലഭിക്കുന്നുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെ മൺസൂൺ മഴ കൂടി എത്തുന്നതിനാൽ ഇനി ചൂടുള്ള ദിവസങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. സാധാരണയായി ജൂൺ ആദ്യ വാരത്തിലാണ് ബാംഗ്ലൂരിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നത്. ഇത്തവണ കുറച്ചുകൂടി നേരത്തെയാകും എത്തുക. ബാംഗ്ലൂരിലെ സാധാരണ മൺസൂൺ മിക്ക വർഷങ്ങളിലെയും ജൂൺ 3-നും 7-നും ഇടയിലാണ് എത്താറുള്ളത്. കേരളത്തിൽ മൺസൂൺ ആദ്യ മഴ പെയ്തതിന് ശേഷം ഏതാണ്ട് 4 മുതൽ 5 ദിവസങ്ങൾക്കുള്ളിൽ ബാംഗ്ലൂരിലും മഴയെത്തും. ഈ കണക്കുപ്രകാരം ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള തെക്കൻ ഉൾനാടൻ കർണാടകയിലേക്ക് ഇത്തവണ ജൂൺ 1-ാം തീയതിയോ 2-ാം തീയതിയോ എത്താനാണ് സാധ്യത. കേരളത്തിൽ മൺസൂൺ എത്തുന്നത് മെയ് 26-നായിരിക്കും. എന്നാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അനുമാനം ചുരുക്കത്തിൽ ഇത്തവണ ഇടവപ്പാതി ലഭിക്കുക ബാംഗ്ലൂരിലായിരിക്കും. തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിൽ നിന്ന് വടക്കോട്ടാണ് മൺസൂണിന്റെ യാത്ര. മെയ് 26-ന് കേരളത്തിലെത്തുന്ന മൺസൂൺ മഴ മെയ് 28-ഓടെ കർണാടകയിലേക്ക് കടക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അനുമാനിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ പറയുന്നു. സാധാരണയായി കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് മൺസൂൺ സഞ്ചരിക്കാൻ 4 ദിവസം എടുക്കും. മെയ് അവസാനത്തോടെ കർണാടക മൺസൂണിനെ സ്വാഗതം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാംഗ്ലൂരിൽ ഇത്തവണ ശക്തമായ പ്രീ മൺസൂൺ മഴയാണ് ലഭിച്ചത്. ഇടിയോടുകൂടിയ മഴയും ആലിപ്പഴ വീഴ്ചയുമെല്ലാം ഉണ്ടായി. വേനൽ മഴയെ പ്രീ മൺസൂൺ മഴ എന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ഇത് യഥാർത്ഥ മൺസൂണിന്റെ ദിശയിൽ നിന്ന് വരുന്ന മഴയല്ല. ഇത്തവണ കർണാടകയിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. ഈ സീസണിൽ കർണാടകയിൽ ശരാശരിയേക്കാൾ 20% കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. തെക്കൻ ഉൾനാടൻ ജില്ലകളിലും വടക്കൻ ഉൾനാടൻ ജില്ലകളിലുമാണ് അധിക മഴയുടെ ഭൂരിഭാഗവും ലഭിക്കുക. ഈ പെയ്തത് കാലവർഷമല്ല. നിലയ്ക്കാത്ത തെക്കു പടിഞ്ഞാറൻ കാറ്റ് വേണം. ഇടമുറിയാത്ത മേഘക്കൂട്ടം വരണം. മൺസൂണിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയാണ്. കേരളത്തിൽ ഇതിനോടകം തന്നെ പ്രീ മൺസൂൺ മഴ ശക്തമായിട്ടുണ്ട്. 26 മുതൽ 27 തീയതികളിൽ മൺസൂൺ മഴയുടെ പ്രവേശനം പ്രതീക്ഷിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. എന്തായാലും മഴയാണ് വരും ദിവസങ്ങളിൽ തന്നെ സാരം.